KC വേണുഗോപാലാണല്ലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിലാണെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞാണ്, ജനങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ 5 മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ് അടക്കം ഇടപെട്ടിട്ടാണ് KCയെ വിളിച്ച് പറയുന്നത് അൻവറിന് സംസാരിക്കാനുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞതാ. അദ്ദേഹം ഓക്കെ പറഞ്ഞതാ. ഞാൻ മിനിങ്ങാന്ന് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പണി പാളി അൻവർ. എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന ബോധവും വെളിവും ഇല്ലാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. പിണറായിയെ ഒതുക്കാനാണോ UDF കൺവീനർ ശ്രമിക്കുന്നത്, അതോ തന്നെ ഒതുക്കാനാണോ എന്ന ചോദ്യവുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ ഇടപെടലുകൾ വരെ നിർത്തിവെക്കാൻ കാരണം ഈ UDF കൺവീനർ ആണെന്നും പുലമ്പുകയാണ് ഇപ്പോൾ. അൻവർ സഹകരിക്കുകയാണെങ്കിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് UDF മുന്നേ വ്യക്തമാക്കിയതാണ്. കൂടാതെ നിലമ്പൂരിലെ ജനങ്ങൾ താൻ ആരാണെന്ന് അറിയാമെന്നും മറ്റു നേതാക്കൾ എന്നോടൊപ്പമാണെന്നും വിശ്വസിക്കുന്ന രീതിയിലാണ് PV അൻവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നയം മാറ്റിയ ആളെന്നുള്ള കാര്യം മറന്നാണ് അൻവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ചർച്ചകളൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ചർച്ച നടക്കുന്നത് അറിയില്ല. അവരുടെ ക്യാമ്പിലെ ചർച്ച ഞാനെങ്ങനെ അറിയാം? UDF നേതൃത്വം എന്ന് പറയുന്നത് UDF ചെയർമാനാണല്ലോ, അല്ലേ? അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അദ്ദേഹം ഒരു വിളിയും വിളിച്ചിട്ടില്ല. ചർച്ച നടത്തുന്നത് ഇപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്നുണ്ട്, മുസ്ലിം ലീഗ് ലീഡർഷിപ്പിൽ നിന്ന്, അതൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ്. വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ലീഡർഷിപ്പിലുള്ള ആളുകൾ വ്യക്തിപരമായ എൻ്റെ ബന്ധം ഉള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു മുന്നണി പ്രവേശനം എന്നുള്ളത് ഇനി സാധ്യതയുണ്ട്? അല്ല, ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണോ? ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണല്ലോ, നോമിനേഷൻ 2 ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായിയെ ഒതുക്കലാണോ UDF ചെയർമാൻ്റെ ഉദ്ദേശം? ഇത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് ഒതുക്കുന്നത്? ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതൊരു പക്ഷേ UDF ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഞാൻ ഈ കാര്യം AICCയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണല്ലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിലാണെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞാണ്, ജനങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ 5 മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ് അടക്കം ഇടപെട്ടിട്ടാണ് KCയെ വിളിച്ച് പറയുന്നത് അൻവറിന് സംസാരിക്കാനുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഓക്കെ പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത്. 5 മണി തൊട്ട് 7:45 വരെ ഞാൻ കാത്തിരുന്നു. 5 മണി തൊട്ട് 7:45 വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ കാത്തിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അദ്ദേഹം പോകില്ലല്ലോ, ഈ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. VD സതീശൻ. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് എൻ്റെ അഭിമാനക്ഷത ഉണ്ടാവും. ഞാൻ മിനിങ്ങാന്ന് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDFന്റെ അഭിപ്രായം അപ്പൊ പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുള്ളത്. അത് പറയണ്ടേ? അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്
പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ആ തീരുമാനം പറഞ്ഞാൽ അതെനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളല്ലേ, സ്വാഭാവികമായിട്ട് അത് പറയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല അതൊന്നും അതിനെ കുറിച്ച് നോ കമന്റ്സ്. എന്നെ ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ട് അല്ല, ഞാൻ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല. അത് കുഞ്ഞാലി സാഹിബ് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിലും ഓരോ കാര്യം, ഇത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ വിഷയം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് അങ്ങനെയൊന്നും ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞാൽ അതല്ലേ, അദ്ദേഹം UDF-ന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. BK കുഞ്ഞാലി സാഹിബ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ അത് തന്നെ. എനിക്കാ അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്കേണ്ട അവിടെ കിടന്നോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് പാവോട്ടാ പറയണേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയണം. അതൊക്കെ അവിടെ കിടക്കട്ടെ, കറക്റ്റാണ് അത്